നമസ്തേ. നമ്മൾ ഏത് ക്ഷേത്രത്തിലാണ് പോകേണ്ടത്? വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇതെൻ്റെ പേഴ്സണൽ അഭിപ്രായമാണ്, എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം മാത്രമാണ് കേട്ടോ. എല്ലാ ക്ഷേത്രങ്ങളിലും പോകാം, ഒരു ക്ഷേത്രത്തിലും പോകണ്ടെന്നല്ല ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. പക്ഷേ ഏത് ക്ഷേത്രത്തിൽ പോകണം, നമ്മൾ ഏത് ക്ഷേത്രത്തിൽ പോയാലാണ് ഫലം ഉണ്ടാകുക എന്ന കാര്യത്തെക്കുറിച്ചാണ് ഇന്ന് ആലോചിക്കുന്നത്. ക്ഷേത്രങ്ങൾ തന്നെ വിവിധങ്ങളായ ക്ഷേത്രങ്ങളുണ്ട്, വിവിധ മൂർത്തികൾ ക്ഷേത്രങ്ങളുണ്ട്. അവിടെ എല്ലാ ദേവതകൾക്കെല്ലാം വിവിധങ്ങളായ രൂപങ്ങളും ഭാവങ്ങളും ഉണ്ടാവും. അതാണ് ധ്യാനം എന്ന്. ഓരോ ക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠയ്ക്കും ഓരോ ധ്യാനങ്ങളാണ്, വിഭിന്നങ്ങളാണ് ധ്യാനങ്ങളാണ്, വ്യത്യാസമുണ്ട് ആ ധ്യാനത്തിന്. ഭദ്രകാളി തന്നെയാണെങ്കിൽ പോലും വിവിധ ധ്യാനങ്ങളിലൂടെ ധ്യാന മന്ത്രത്തിലൂടെ ആയിരിക്കും അവിടുത്തെ പ്രതിഷ്ഠാദി പൂജാതി കർമ്മങ്ങളെല്ലാം നടന്നിട്ടുണ്ടാവുക. അപ്പോൾ ഏതൊരു ക്ഷേത്രത്തിലും ഏത് രൂപത്തിലാണ് ഇരിക്കുന്നതെന്ന് മനസ്സിലാക്കിയിട്ട് ആ രൂപത്തിലുള്ള ദേവതയെ പ്രാർത്ഥിക്കുകയാണ് ചെയ്യേണ്ടത്. പക്ഷേ എവിടെയാണ് നമ്മൾ പോകേണ്ടത്? ഇത്രയേറെ ക്ഷേത്രങ്ങളുള്ള ഒരു സ്ഥലത്ത്, അല്ലെങ്കിൽ ഇത്രയേറെ ആരാധനാലയങ്ങൾ വിവിധ ഭാവങ്ങളിൽ, വിവിധ രൂപങ്ങളിൽ, വിവിധ മന്ത്രങ്ങളാൽ ആരാധിക്കപ്പെടുന്ന ഒരു സ്ഥലത്ത് ഒരു വ്യക്തി എവിടെയാണ് ദർശനം നടത്തേണ്ടത്? ഇവിടെ എല്ലായിടത്തും പോകാം, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഏത് ക്ഷേത്രമാണെങ്കിലും ആ ക്ഷേത്രവും ദർശനം ചെയ്യുന്ന വ്യക്തിയും തമ്മിൽ ഒരു താതാത്മ്യം, ഒരു ആത്മബന്ധം ഉണ്ടായി വരണം. വെറുതെ ക്ഷേത്രത്തിൽ പോയി തൊഴുതാലൊന്നും ഫലം കിട്ടില്ല. ഏത് ക്ഷേത്രത്തിലാണെങ്കിലും ആ ക്ഷേത്രത്തിലെ മൂർത്തി തൻ്റെ ഹൃദയത്തിലേക്ക് ആവാഹിക്കപ്പെടത്തക്ക പരുവത്തിനാണ് ആ ഭക്തനെങ്കിൽ മാത്രമേ ആ ഭക്തന് ആ ക്ഷേത്ര ദർശനം കൊണ്ട് ഫലപ്രാപ്തി ഉണ്ടാകും. ഭൗതിക ജീവിതത്തിലാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഇവിടെ എല്ലാവരും ക്ഷേത്രത്തിൽ പോകുന്നത് എന്തെങ്കിലും ഒരു കാര്യം സാധിച്ചെടുക്കാനാണ്. അതല്ലാണ്ട് ഭഗവാനെ കണ്ട് തൊഴുതു വരാം, അല്ലെങ്കിൽ ദേവിയെ കണ്ട് തൊഴുതു വരാം, എനിക്ക് പ്രത്യേകിച്ച് യാതൊരു നേട്ടവും വേണ്ട, എനിക്ക് അങ്ങനെ ആഗ്രഹങ്ങളൊന്നുമില്ല എന്ന് വിചാരിച്ച് പോകുന്നവരെ സംബന്ധിച്ചല്ല ഞാനിത് പറയുന്നത്. അവർക്ക് എവിടെയും പോകാം, അവർ ഏത് ക്ഷേത്രത്തിലും അവർക്ക് താതാത്മ്യം പ്രാപിക്കാൻ കഴിയും. കാരണം അവർക്ക് പ്രത്യേകിച്ച് ഒന്നും തന്നെ ദേവിയിൽ നിന്ന് ലഭിക്കേണ്ടതില്ല. ആ ക്ഷേത്രം ഒരു ഊർജ്ജ ചൈതന്യമാണ്. ആ ക്ഷേത്രത്തിൽ ചെല്ലുമ്പോൾ നമുക്ക് പ്രത്യക്ഷമായിട്ട് അനുഭവപ്പെടുന്നത്, അല്ലെങ്കിൽ നമ്മുടെ കാര്യങ്ങൾ, ഭൗതിക ജീവിതത്തിലെ കാര്യങ്ങളെ സുഗമമാക്കുന്നത് ആ ക്ഷേത്രത്തിൽ പ്രവഹിക്കപ്പെടുന്ന ഊർജമാണ്. ആ ക്ഷേത്രത്തിലെ നിത്യാനുഷ്ഠാനങ്ങളിലൂടെ, അവിടുത്തെ പൂജാതി കർമ്മങ്ങളിലൂടെ, ആ ക്ഷേത്രത്തിൻ്റെ ആചാര്യസ്ഥാനത്ത് നിൽക്കുന്നവരുടെ കർമ്മപുഷ്ടിയിലൂടെ, ആ ക്ഷേത്രത്തിനകത്ത് ചെന്ന് ദർശനം നടത്തുന്നവരുടെ ജപപുഷ്ടിയിലൂടെ, എല്ലാവരും ദർശനം നടത്തുമ്പോൾ ജപിക്കുമല്ലോ, നാമം ജപിക്കുകയൊക്കെ ചെയ്യുമല്ലോ, അങ്ങനെ കൂട്ടമായ നാമജപത്തിലൂടെ അവിടെ കിട്ടിയിരിക്കുന്ന ഒരു ഊർജമാണ് അവിടെ ചെല്ലുന്ന ആളുകളുടെ ഭൗതിക ജീവിതത്തിനാവശ്യമായ കാര്യങ്ങളെ നൽകുന്നത്. ആ ഊർജം ഈ ശരീരം സ്വീകരിക്കപ്പെടണം. അപ്പോൾ ആഗ്രഹങ്ങളൊന്നും ഇല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ ആ ഭൗതിക ജീവിതത്തിനാവശ്യമായ ഊർജം ലഭിക്കേണ്ടതില്ല. കാരണം അവർ ഭൗതിക ജീവിതത്തിൽ സ്വസ്ഥരാണ്. എന്നാൽ അങ്ങനെ അല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഭൗതിക ജീവിതത്തെ സുഗമമായി മുന്നോട്ട് കൊണ്ടുപോകുന്നുള്ള ഊർജം അവിടുന്ന് കിട്ടണം. ആ ദർശനം ചെയ്യുന്ന ക്ഷേത്രത്തിൽ നിന്ന് ആ ഊർജം ലഭിക്കുന്നില്ല എങ്കിലോ ആ ക്ഷേത്ര ദർശനം കൊണ്ട് ആ വ്യക്തിക്ക് പ്രയോജനമില്ല. അപ്പോൾ അത് ചിലപ്പോൾ നമ്മുടെ ദേശദേവതയാണെങ്കിലും, എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലുള്ള ദേവതയാണെങ്കിലും, അല്ലെങ്കിൽ വലിയ മഹാക്ഷേത്രങ്ങളാണെങ്കിലുമൊക്കെ
ഈശ്വരനെ അല്ലെങ്കിൽ ദേവിയെ, ആ മൂർത്തിയെ ദർശിക്കേണ്ടത് എങ്ങനെയാണെന്നറിയാൻ വളരെ എളുപ്പമായൊരു വഴിയുണ്ട്. അത് നമ്മൾ ഏത് ക്ഷേത്രത്തിൽ ചെല്ലുമ്പോഴാണോ നമുക്ക് ആത്മനിർവൃതി ലഭിക്കുക, ആത്മസന്തോഷം ലഭിക്കുക, ഒരു ആനന്ദാനുഭവം ഉണ്ടാകുക, അഥവാ ഒരു സന്തോഷം ഉണ്ടാകുക, ഇത് ഏത് ക്ഷേത്രത്തിൽ ചെല്ലുമ്പോഴാണോ നിങ്ങൾക്ക് കിട്ടിയത്. പല ക്ഷേത്രങ്ങളും ദർശനം നടത്തുമല്ലോ. ഇപ്പോൾ കുറേ ആളുകളാണെങ്കിൽ പലയിടത്തും ദർശനം നടത്തിയിട്ടുണ്ടാവും. അങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിൽ ഒരു ആനന്ദം അനുഭവപ്പെട്ട ക്ഷേത്രം, മനസ്സിൽ ഒരു വലിയ ഒരു സന്തോഷം തോന്നിയ ഒരു ക്ഷേത്രം, വലിയ സന്തോഷം എന്ന് പറഞ്ഞാൽ നിലവിലുള്ളതിനേക്കാൾ കൂടുതൽ സന്തോഷം നടത്തും, ഒരു ആത്മനിർവൃതി അനുഭവപ്പെട്ട ക്ഷേത്രം അല്ലെങ്കിൽ അമ്പലം, കാവ്, എന്തോ ആവട്ടെ, അത് ആ ആരാധന, അവിടെ ഇടയ്ക്കിടയ്ക്ക് ദർശനം നടത്തുക. ഒട്ടും മടിക്കേണ്ട അതിന്. അത് കളിച്ച് ദൂരെ ആയിക്കൊള്ളട്ടെ, ചിലപ്പോൾ തൊട്ടടുത്ത കുഞ്ഞു ക്ഷേത്രം ആയിക്കൊള്ളട്ടെ. ഇനി ക്ഷേത്രരൂപമൊന്നും ഇല്ലയെന്ന് വിചാരിക്കുക, വെറും ഒരു വിഗ്രഹം മാത്രം ഇരിക്കുന്ന സ്ഥലം ആയിക്കൊള്ളട്ടെ, അവിടെ ക്ഷേത്രമൊന്നുമില്ല എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിലും അവിടെ ചെല്ലുമ്പോൾ, ആ ഭാഗത്തൂടെ നടന്നു പോകുമ്പോൾ, അവിടെ ചെല്ലുമ്പോൾ നിങ്ങൾക്കൊരു ആനന്ദം അനുഭവപ്പെടുന്നുവെങ്കിൽ, ചിലപ്പോൾ എല്ലാവരും കുടുംബക്ഷേത്രമൊക്കെ ആയിരിക്കുന്നത്, പക്ഷെ അവിടെ ചെല്ലുമ്പോൾ നിങ്ങളുടെ മനസ്സിനൊരു ആനന്ദം, ഒരു സന്തോഷം, ഒരു മടിയും വിചാരിക്കണം. അതുണ്ടെങ്കിൽ അവിടെ ആ ക്ഷേത്രത്തിലെ ദേവത നിങ്ങളുടെ ആത്മചൈതന്യവുമായി യോജിക്കപ്പെട്ടിരിക്കുന്നു. ആ വ്യക്തിയുടെ ആത്മചൈതന്യവുമായി യോജിക്കപ്പെട്ടു. ആ വ്യക്തിയുടെ ആത്മചൈതന്യവും ക്ഷേത്ര ചൈതന്യവും തമ്മിൽ താദാത്മ്യം പ്രാപിക്കുന്ന സ്ഥലം, ആ ക്ഷേത്രം ഏതാണോ അവിടെയാണ് നമ്മൾ ദർശനം നടത്തേണ്ടത്. അതിനു വേണ്ടി തന്നെയാണ് വിവിധങ്ങളായ ക്ഷേത്രങ്ങളും വിവിധങ്ങളായ മൂർത്തികളും വിവിധങ്ങളായ മന്ത്രങ്ങളും ഉണ്ടായിട്ടുള്ളത്. കാരണം ആ ക്ഷേത്രത്തിലെ മന്ത്രങ്ങളാണ്, ആ ക്ഷേത്രത്തിലെ ആരാധനയാണ്, അവിടുത്തെ ചൈതന്യമാണ്. ആ ചൈതന്യവുമായി ഏത് വ്യക്തിക്കാണോ ആത്മനിർവൃതി അറിയാൻ കഴിയുന്നത്, ആത്മസന്തോഷം ഉണ്ടാക്കാൻ കഴിയുന്നത്, അവിടെ നിരന്തരമായ ദർശനത്തിന് പോവുക. അതാണ് ക്ഷേത്ര ദർശനത്തിലൂടെ ഭൗതികമായ ജീവിതത്തിൽ നേട്ടം ആഗ്രഹിക്കുന്നവർക്ക് അവിടെ പോയാലാണ് അവർക്ക് നേട്ടം കിട്ടുക. അവിടെ പോയാലും നേട്ടം കിട്ടുക. ചില ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുമ്പോൾ നിങ്ങൾക്കറിയാം, ആ ക്ഷേത്രത്തിൽ ദർശനം നടത്തിയിട്ട് വീട്ടിൽ വന്നാൽ വീട്ടിൽ ഭയങ്കര കലഹമായിരിക്കും, അല്ലെങ്കിൽ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ആരെങ്കിലുമായിട്ട് ഭയങ്കര കലഹമായിരിക്കും, പ്രായ വ്യത്യാസമായിരിക്കും, അന്നൊരു അസ്വസ്ഥതയും അലസതയും ഒക്കെ ആയി തോന്നാം. മനസ്സിനൊരു സ്വസ്ഥത അനുഭവപ്പെടാതിരിക്കാം. ചില ക്ഷേത്രങ്ങളിൽ പോയാൽ ചിലർക്ക് അത് അനുഭവപ്പെട്ടിട്ടുണ്ടാവും. അങ്ങനെയുള്ള ക്ഷേത്രങ്ങൾ ശരിക്കും ആരാധന നടത്തുന്നത് നല്ലതാണ്. അത് അന്ന് ആരാധന നടത്തിയിട്ട് പിന്നെ അന്ന് വേറെ വർക്കുകളൊന്നും ചെയ്യാനില്ലാത്ത വളരെ സ്വസ്ഥമായി നമുക്ക് ഫ്രീ ആയിട്ട് ഇരിക്കേണ്ട ഒരു ദിവസമാണെങ്കിൽ അവിടെ പോയി ദർശനം നടത്താം. കാരണം ആ ക്ഷേത്ര ദർശനത്തിന് മറ്റൊരു പ്രത്യേകതയാണുള്ളത്. നമ്മുടെ ജന്മാന്തരകൃതമായി നമുക്ക് കിട്ടിയിട്ടുള്ള ചില പാപ ദുരിതങ്ങളൊക്കെ ഉണ്ട്. അത് നമ്മുടെ ശരീരത്തിൽ നിന്ന് റിമൂവായി പോകുമ്പോൾ ചില അസ്വസ്ഥതകൾ, അസ്വാരസ്യങ്ങളൊക്കെ നമ്മുടെ ശരീരത്തിലുണ്ടാവും. ഈ ചില ക്ഷേത്രങ്ങളിൽ ചെല്ലുമ്പോൾ അങ്ങനെയുള്ള പൂർവ്വജന്മ ദുരിതങ്ങളെ റിമൂവ് ചെയ്യപ്പെടുന്ന ഒരു ശക്തി നമുക്ക് വരും. അങ്ങനെ അത് റിമൂവ് ചെയ്യപ്പെടുമ്പോൾ നമ്മുടെ ശരീരത്തിൽ എന്താണെങ്കിലും പുറത്തേക്ക് കടന്നു പോകുമ്പോൾ നമുക്കൊരു അസ്വസ്ഥത, ഒരു അനുകൂലമല്ലാത്ത സ്ഥിതിവിശേഷം, ഒരു മടുപ്പ്, ഒരു വിഷമം, ഒരു അസ്വസ്ഥത, ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് ഉണ്ടാവും. അങ്ങനെയുള്ള ക്ഷേത്രങ്ങൾ നമ്മുടെ പൂർവ്വജന്മവുമായി ബന്ധപ്പെട്ട അസ്വസ്ഥത അനുഭവപ്പെടുന്ന ക്ഷേത്രമാണ്. അവിടെ നമ്മൾ പോയാൽ നമ്മുടെ പൂർവ്വജന്മ ദുരിതങ്ങൾ ഒരു പരിധി വരെ ഒഴിവായി കിട്ടും. അപ്പോൾ നമുക്ക് എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഭൗതിക ജീവിതത്തിലെ സാഹചര്യങ്ങൾ അത്ര മേന്മയുള്ളതായി കിട്ടില്ല. അപ്പോൾ നമ്മൾ തീരുമാനിക്കേണ്ടത് ഭൗതിക ജീവിതത്തിലെ മേന്മയാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ നമുക്ക് മനസ്സിന് ആനന്ദവും സന്തോഷവുമുള്ള ക്ഷേത്രത്തിലേക്ക് നമുക്ക് ദർശനത്തിന് പോകാം. അതല്ല, പൂർവ്വജന്മ ദുഷ്കൃതങ്ങളെ മാറ്റാൻ കഴിയുന്ന, നമ്മുടെ റിമൂവ് ചെയ്യപ്പെടുന്ന നമ്മുടെ ശരീരത്തിലുള്ള ദുഷ്ശക്തികളെ റിമൂവ് ചെയ്യപ്പെടാനുള്ള ആവശ്യത്തിനാണ് നമ്മൾ പോകുന്നതെങ്കിൽ നമ്മൾ ചെന്ന് തൊഴുത് കഴിയുമ്പോൾ ചില ക്ഷേത്രത്തിൽ തൊഴുത് കഴിയുമ്പോൾ നമ്മുടെ മനസ്സിനൊരു അസ്വസ്ഥത, ബുദ്ധിമുട്ട്, പ്രയാസങ്ങൾ, കലഹങ്ങൾ, അഭിപ്രായ വ്യത്യാസങ്ങൾ, ഇങ്ങനെയൊക്കെ ആയിട്ട് അന്നത്തെ ദിവസം മനസ്സ് ആകെ അസ്വസ്ഥമായിരിക്കും.
അത് നമ്മുടെ പൂർവ്വജന്മമായി ബന്ധപ്പെട്ട ദുരിതങ്ങളെ ശരീരത്തിൽ നിന്ന് റിമൂവ് ചെയ്യപ്പെടുന്നതാണ്, അല്ലെങ്കിൽ നമ്മുടെ ആത്മാവിൽ നിന്ന് റിമൂവ് ചെയ്യപ്പെടുന്നതാണ്. മുക്തി കിട്ടാൻ ഈ ക്ഷേത്രങ്ങളെ നമുക്ക് ഉപയോഗിക്കാം. കാരണം നമ്മുടെ ദുരിതങ്ങളെല്ലാം ആ ക്ഷേത്ര ദർശനം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോഴേക്കും നമുക്ക് കുറേയധികം ദുരിതങ്ങളുണ്ടാവും, പ്രയാസങ്ങളുണ്ടാവും. അങ്ങനെ നമ്മുടെ ജന്മാന്തരകൃതമായി ഉണ്ടായ ദുരിതങ്ങളെ ഈ ആത്മാവ് കുറേയൊക്കെ അനുഭവിച്ച് തീരേണ്ടതിനെ അനുഭവിപ്പിച്ചിട്ട് മുക്തിക്ക് പ്രാപ്തമാക്കും അങ്ങനെ ക്ഷേത്രങ്ങൾ. അപ്പോൾ നമ്മൾ ഏത് ക്ഷേത്രത്തിലാണ് ദർശനം നടത്തേണ്ടത് എന്നത് നമുക്ക് മുക്തി ലഭിക്കാനാണോ വേണ്ടത്, അതോ ഭൗതിക ജീവിതത്തിലെ ആത്മസുഖം അനുഭവിക്കാനാണോ എന്നതിനെ തീരുമാനിച്ചിരിക്കും. എന്തായാലും ഈ രണ്ട് ക്ഷേത്രങ്ങളും നമ്മുടെ ജീവിതത്തിൽ, രണ്ട് രൂപത്തിലുള്ളതും നമ്മുടെ ജീവിതത്തിൽ പ്രയോജനകരം തന്നെയാണ്. നമ്മളുടെ തിരഞ്ഞെടുപ്പാണ് നമ്മുടെ ഏത് ക്ഷേത്രത്തിൽ ദർശനം നടത്തണം എന്നതിനെക്കുറിച്ച് നമ്മൾ തീരുമാനിക്കേണ്ടത്. എല്ലാവർക്കും നമസ്തേ. ഭഗവാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അമ്മേ ദേവി.